നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹി മെട്രോയുടെ വാതിൽ സാരി കുടുങ്ങിയുണ്ടായ അപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന റീന എന്ന 35-കാരിയാണ് മരിച്ചത്. സഫ്ദർജംഗ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന റീന ശനിയാഴ്ചയാണ് മരണത്തിന് കീഴടങ്ങിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്റർലോക്ക് സ്റ്റേഷനിലാണ് അപകടമുണ്ടായത്. സംഭവത്തെക്കുറിച്ച് മെട്രോ റെയിൽവേ സുരക്ഷാ കമ്മീഷണർ അന്വേഷണം നടത്തുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടം ഉണ്ടായത്. റീന ആദ്യം ട്രെയിനിനുള്ളിൽ കയറി അതിനുശേഷം പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന കുട്ടിയെ കയറ്റാനായി ഇറങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. സാരിയുടെ തുമ്പ് വാതിൽ കുടുങ്ങുകയായിരുന്നു. ട്രെയിൻ നീങ്ങി തുടങ്ങിയതോടെ ഇവരെ പ്ലാറ്റ്ഫോമിലൂടെ വലിച്ചിഴക്കപ്പെടുകയായിരുന്നു. ട്രെയിൻ സ്റ്റേഷൻ വിട്ടതോടെ ട്രാക്കിൽ പതിച്ചു. ഉടനെ ആംബുലൻസിൽ ദീപ്ചന്ദ് ബസു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വെന്റിലേറ്റർ ഇല്ല എന്ന കാരണത്താൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. തുടർന്ന് രാം മനോഹർ ലോഹിയ ആശുപത്രിയിലേക്ക് ലോക് നായക് ആശുപത്രിക്കും എത്തിച്ചുവെങ്കിലും ഇതേ കാരണത്താൽ അഡ്മിറ്റ് ചെയ്തില്ല. തുടർന്ന് സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോൾ യുവതിയുടെ നില അതീവ ഗുരുതരമായിരുന്നുവെന്നും അബോധാവസ്ഥയിലായിരുന്നുവെന്നും ഡോക്ടർമാർ പറയുന്നു. റീനയുടെ ഭർത്താവ് 2014-ൽ മരിച്ചിരുന്നു. 10 വയസ്സുള്ള മകനും 12 വയസ്സുമുള്ള മകളുമാണുള്ളത്. പച്ചക്കറി വിറ്റാണ് റീന കുടുംബം പോറ്റിയിരുന്നത്. DMRC അധികൃതർ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട റീനയുടെ മൃതദേഹം ഏറ്റെടുക്കാൻ കുടുംബം ആദ്യം വിസമ്മതിച്ചിരുന്നു. വാതിൽ തുറന്നിരുന്നുവെങ്കിൽ റീന ജീവിച്ചിരിക്കുമായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. അതേസമയം എന്തുകൊണ്ടാണ് വാതിലുകൾ തുറക്കാത്തതെന്ന ചോദ്യത്തിന് അന്വേഷണത്തിന് ശേഷം എല്ലാം വ്യക്തമാകുമെന്ന് DMRC വൃത്തങ്ങൾ അറിയിച്ചു. ഏതായാലും ഇത്തരത്തിൽ ഈ മെട്രോയിലൊക്കെ കയറുന്നവർ അതീവ ശ്രദ്ധയും ജാഗരൂകരുമായിരിക്കണം. ഇത്തരം വാർത്തകളും അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങളും ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. കാരണം ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിലടക്കം നിരവധി ഇടങ്ങളിൽ മെട്രോയിൽ യാത്ര ചെയ്യുന്നവർ നിരവധിയാണ്. മെട്രോ ഇപ്പോൾ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നവരും നിരവധിയാണ്. ഇത്തരത്തിൽ സാരിയൊക്കെ ഉടുത്ത് മെട്രോയിൽ കയറുമ്പോൾ പെട്ടെന്ന് ഡോർ അടയുന്ന സംവിധാനമൊക്കെയാണ് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മഴ സമയമൊക്കെ ആണെങ്കിൽ കൂടുതൽ ജാഗരൂകരായിരിക്കുക. ശ്രദ്ധ വേണ്ട ഒരു സമയം കൂടിയാണ്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു വാർത്ത വളരെ വേദന ജനിപ്പിക്കുന്നതാണ്. 10-12 വയസ്സുള്ള മക്കൾ അവരെ ഇനി ആരേറ്റെടുക്കുമെന്ന ചോദ്യവും കൂടി ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. എന്താണ് ഡോർ തുറക്കാത്തതെന്ന കാരണം അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് DMRC പറയുന്നത്.